മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴാണ് ഞാൻ നിക്ഷേപം തുടങ്ങേണ്ടതെന്ന് പലർക്കും സംശയമുണ്ടാകും. അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് കയ്യിൽ എപ്പോഴൊക്കെ പണമുണ്ടോ അപ്പോഴൊക്കെ നിക്ഷേപം തുടങ്ങാം. ഇത്തരത്തിൽ നിക്ഷേപം ആരംഭിക്കുമ്പോൾ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് സ്വയം നടത്തുന്ന നിക്ഷേപങ്ങളെക്കാൾ എപ്പോഴും ഏറ്റവും മികച്ചത്. അതായത് നിക്ഷേപം ആരംഭിക്കാൻ ചുരുങ്ങിയ പ്രായം എന്നൊന്നില്ല. ഒരാൾ വരുമാനമുണ്ടാക്കാനും സമ്പാദിക്കാനും ആരംഭിക്കുന്ന നിമിഷം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു തുടങ്ങാവുന്നതാണ്. എന്തിനേറെ പറയാം, നമുക്ക് കുട്ടികൾക്ക് ജന്മദിനങ്ങളിലോ ഉത്സവകാലങ്ങളിലോ വല്ലപ്പോഴും സമ്മാന രൂപത്തിൽ ലഭിക്കുന്ന പണം കൊണ്ടുപോലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ ഉയർന്ന പ്രായപരിധിയും ഇല്ല. വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ നിരവധി വ്യത്യസ്ത സ്കീമുകൾ മ്യൂച്വൽ ഫണ്ടുകളിലുണ്ട്. ചില സ്കീമുകൾ ദീർഘകാലം കൊണ്ട് വളർച്ച കൈവരിക്കുന്നതായിരിക്കും. ചിലത് സുരക്ഷയോടൊപ്പം റെഗുലർ ഇൻകം പ്രതീക്ഷിക്കുന്നവർക്കുള്ളതുമായിരിക്കും. ചിലത് ഹ്രസ്വകാലത്തിലും ലിക്വിഡിറ്റി നൽകുന്നവയുമായിരിക്കും. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലുള്ളവർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് എന്തു തന്നെ ആയിരുന്നാലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഓരോരുത്തർക്കും വേണ്ട ലാഭം എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതുമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മൊബൈൽ ആപ്പിലൂടെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് തുടങ്ങാവുന്നതാണ്. എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നറിയില്ല എങ്കിൽ നമ്മുടെ ചാനലിലുള്ള കൂടുതൽ വീഡിയോസുകൾ തീർച്ചയായിട്ടും കാണുക.